വയനാട് സുൽത്താൻ ബത്തേരി നഗരം ഇപ്പോൾ പുലിപ്പേടിയിലാണെന്ന വാർത്തയിലേക്കാണ്. കോട്ടക്കുന്നിലെ മൈസൂരു ദേശീയപാതയോരത്തെ പോൾ മാത്യൂസിന്റെ വീട്ടിലെ കോഴിക്കൂടിന് സമീപം പുലി എത്തിയത് 3 തവണയാണ്. പുലിയെ പിടികൂടാൻ കൂടുവയ്ക്കാത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പോൾ മാത്യൂസ്. പുലിയെ പിടികൂടണമെന്ന് നഗരസഭയും ആവശ്യപ്പെടും. ബത്തേരി നഗരത്തിന്റെ ഒത്ത നടുവിലാണ് പോൾ മാത്യൂസിന്റെ വീട്. മൈസൂരു ദേശീയപാത കടന്നുപോകുന്ന റോഡിന്റെ ഓരത്ത് വീടിന്റെ പിന്നിലുള്ള ഈ കോഴിക്കൂടിന് സമീപത്താണ് 3 തവണ പുലി എത്തിയത്. 3 തവണ ഇവിടെ വന്ന് എന്നിട്ട് ആ കോഴിക്കൂട് മുഴുവൻ തല്ലി പൊളിച്ച്, കരിങ്കോഴിയായിരുന്നു നല്ല ഉണ്ടായിരുന്നത്. അതെല്ലാം പൊട്ടിച്ചാണ് അത്രയും കോഴീനെ കൊണ്ടുപോയി. പിന്നെ ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അപ്പോൾ അതിന് പിറ്റേ ദിവസം വന്ന് അതിനെയും കൊണ്ടുപോയി. പിന്നെ അത് അവർ വന്ന് ക്യാമറ വെക്കും, പോകുക, അത് എടുത്തുകൊണ്ട് പോകും, പിന്നെ വൈകുന്നേരം കൊണ്ടുവന്ന് വെക്കും. അല്ലാണ്ട് കൂടുന്ന വരെ വെച്ചിട്ടില്ല. പോൾ മാത്യൂസിന്റെ ഈ വീട്ടിലേക്ക് പുലി ആദ്യം എത്തിയത് ഈ മാസം 9-ന്, പിന്നെ 13-ന്, ഒടുവിൽ 18-ന്. 5 ദിവസത്തെ ഇടവേളകളിലെത്തിയ പുലി ഇതുവരെ പിടികൂടിയത് 9 കോഴികളെയാണ്. നഗരത്തിന്റെ നടുവിലുള്ള പ്രദേശമാണിത്. കൂടുവെക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പോൾ മാത്യൂസ്. പുലിപ്പേടിയിലാണിപ്പോൾ ബത്തേരി നഗരം. ഇത്രയും ദിവസമായിട്ട് 8 ദിവസമായിട്ടും ആർടിയുടെ ഭാഗത്തുനിന്നോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ആക്ഷനോ കൂടുവെക്കാനുള്ള സമീപനം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജനങ്ങൾക്ക് ഒരുപാട് നമുക്ക് പേടിയുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തിന് പുറത്ത് എന്താണ് മുന്നോട്ട് പോകുക വളരെ നമുക്ക് ഭീതിജനകമാണ്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു സ്ലഗിഷ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുവെക്കാനുള്ള എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ആവശ്യം. നേരത്തെ താലൂക്ക് ആശുപത്രി റോഡിൽ പുലി ഇറങ്ങിയിരുന്നു. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബത്തേരി നഗരസഭാ ചെയർമാൻ ടി.കെ. രമേശ് വനം വകുപ്പ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ നഗര പരിസരത്ത് തന്നെ പുലി സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുലിയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മനു ദാമോദരനൊപ്പം ബത്തേരിയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി ഇറങ്ങി എന്ന വാർത്ത വരുന്നു. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീടിന് പുറകിലാണ് പുലി വീണ്ടും എത്തിയത്. അപ്പോൾ ഈ ഇതിന് എന്താ പറയാ, പരാതിപ്പെട്ടിട്ടൊന്നും ഒരു നടപടി ഉണ്ടായില്ല, വീണ്ടും എത്തിയിരിക്കുന്നു പുലി. കോഴിക്കോടിന് സമീപം പുലി എത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്ത്, അതിപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ ഈ പറയുന്നത് പോലെ എത്ര ഭീതിജനകമായ ഒരു ദൃശ്യമാണ്. സുർജിത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തായാലും വലിയ ഭീതി ഉളവാക്കുന്ന ദൃശ്യമാണ്. നമ്മൾ വീട്ടിലെ കഥകൊക്കെ തുറന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഈ പുലിയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭീതിജനകമാണ്. വിവരങ്ങൾ പറയൂ. സ്മിത, ക്രിസ്റ്റീന, ഈ അതേ കോഴിക്കോട്, അതേ പോൾ മാത്യൂസിന്റെ വീട്, അതിന്റെ പിറകിലാണ് ഈ കോഴിക്കോട്. അവിടെ തന്നെയാണ് വീണ്ടും പുലി എത്തിയിരിക്കുന്നത്. ഇത് 4ാം തവണയാണ് എത്തുന്നത്. ആദ്യം എത്തിയത് 9-ാം തീയതിയാണ്. 9-ാം തീയതിക്ക് ശേഷം ആ ദിവസം 9-ാം തീയതി 2 കോഴികളെ പിടികൂടി. അതിനുശേഷം വീണ്ടും എത്തിയത് 13-ാം തീയതിയാണ്. 5 ദിവസത്തെ ഇടവേള. ആ 13-ാം തീയതി എത്തിയ ശേഷം അന്ന് കൊന്ന് തിന്നത് 7 കോഴികളെയാണ്. അതിൽ ഹൈബ്രിഡ് കരിങ്കോഴി അടക്കം ഉള്ള കോഴികളെയാണ് കൊന്നു തിന്നത്. അതിനുശേഷം പിന്നീട് 18-ാം തീയതി എത്തുന്നു. ഇന്നലെ രാത്രി അത് വീണ്ടും പുലർച്ചെ എത്തുന്നു. 3:45 കൂടിയാണ് പുലി വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയുടെ ഒത്ത നഗരപ്രദേശമാണ്. അതായത് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയുടെ ഓരത്താണ് ഈ പോൾ മാത്യൂസിന്റെ വീട്. അതായത് അതിന്റെ പരിസരത്ത് തന്നെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്. അത് രാത്രി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശങ്കാജനകവുമായ കാര്യം. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇന്നലെ ആ പ്രദേശത്ത് നമ്മൾ പോയതാണ്. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കൂട് വെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പോൾ മാത്യൂസ് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നഗരസഭാ ചെയർമാൻ ടി.കെ. രമേശ് വനംവകുപ്പിന്റെ മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ കൂട് വെക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം, ഗുരുതരമായ ആക്ഷേപമാണുള്ളത്. ഈ ദൃശ്യത്തിൽ സംബന്ധിച്ച് ആ ദൃശ്യത്തിൽ പുലി കൃത്യമായ രീതിയിൽ തന്നെ കോഴിക്കോടിന് അടുത്തെത്തുകയും അതിന്റെ ചുറ്റുവട്ടത്തായി നടന്ന് ഇങ്ങനെ നീങ്ങുന്ന ആ ഒരു ദൃശ്യം CCTV-യിൽ കൃത്യമായ രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട്. അതായത് വീടിന്റെ തൊട്ടുപിറകിലാണ് ഈ CCTV വെച്ചിട്ടുള്ളത്. അത് 24 മണിക്കൂറും ലൈവ് സ്ട്രീമിംഗ് ഉള്ള CCTV ആണ്. അതിനകത്താണ് ഇങ്ങനെ ഈ പുലി കുടുങ്ങിയ ആ ദൃശ്യങ്ങൾ പോൾ മാത്യൂസ് തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക നിലനിൽക്കുന്നു സുൽത്താൻ ബത്തേരി നഗരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പുലി കുടുങ്ങിയത് ക്യാമറയിലാണ്. പക്ഷെ പുലിയെ യഥാർത്ഥത്തിൽ കുടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിയന്തര നടപടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്ഥിതി അത്രയും ആശങ്കയോടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത് സംഭവിച്ചാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഓരോ ദിവസവും ഭയത്തോടെ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകണം. അത് അധികൃതരോട് നമ്മൾ കൂടി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്, അല്ലേ?